നമസ്കാരം. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷിക്ക് കൂടുതൽ കരുത്തു പകരുന്നതിനായി റഷ്യൻ നിർമ്മിത S-400 ഡയഫ്രം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കായി 300 മിസൈൽ കൂടി വാങ്ങാൻ രാജ്യം ഒരുങ്ങുന്നു. ഈ നീക്കം ഇന്ത്യ റഷ്യ പ്രതിരോധ സഹകരണത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുകയും രാജ്യത്തിന്റെ സൈനിക ശക്തിക്ക് ഗണ്യമായ ഉത്തേജനം നൽകുകയും ചെയ്യും. നിലവിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന കോഡ് നാമത്തിൽ വിന്യസിച്ചിട്ടുള്ള S-400 സംവിധാനങ്ങളുടെ കാര്യക്ഷമതയും പ്രഹരശേഷിയും വർദ്ധിപ്പിക്കുകയാണ് ഈ പുതിയ മിസൈൽ ശേഖരം ലക്ഷ്യമിടുന്നത്. ഈ സുപ്രധാന വാങ്ങൽ നടപടിക്കായി ഇന്ത്യ ഉടൻ തന്നെ റഷ്യയ്ക്ക് ഒരു അഭ്യർത്ഥന നൽകാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ നൽകുന്ന സൂചന. S-400 സംവിധാനങ്ങൾക്ക് ഇന്ത്യ നൽകിയിട്ടുള്ള പേര് സുദർശൻ ചക്ര എന്നാണ്. ലോകത്തിലെ ഏറ്റവും നൂതനമായ ദീർഘദൂര ഉപരിതല വായു മിസൈൽ സംവിധാനങ്ങളിൽ ഒന്നാണ് റഷ്യയുടെ അൽമാസ് ആൻഡ് രൂപകൽപ്പന ചെയ്ത ഈ പ്രതിരോധ കവചം. 400 കിലോമീറ്റർ വരെ ദൂരെയുള്ള വിമാനങ്ങൾ, ഡ്രോണുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ഉൾപ്പെടെ വ്യോമ ഭീഷണികളെ നേരിടാനും 600 കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ കണ്ടെത്തുവാനും ഇതിന് സാധിക്കും. മഹാഭാരതത്തിലെ ഭഗവാൻ വിഷ്ണുവിന്റെ ഐതിഹാസിക ആയുധത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഈ പേര് കൃത്യത, വേഗത എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. കൂടുതൽ പ്രതിരോധ സഹകരണങ്ങൾ ലക്ഷ്യമിട്ട് ഡിസംബർ 5-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയിൽ 5 S-400 സ്ക്വാഡ്രോണുകൾ കൂടി വാങ്ങാനുള്ള സാധ്യത രാജ്യം തേടുമെന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. ഇതിനു പുറമെ റഷ്യയുടെ 5ാം തലമുറ സുഖോയ് 57 യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനും ഇന്ത്യയുടെ പരിഗണനയിലുണ്ട് എന്നാണ് റിപ്പോർട്ട്. അമേരിക്കൻ F-35 ലൈറ്റനിങ് സെക്കൻഡ് വിമാനങ്ങൾക്ക് പകരമായി മോസ്കോ സജീവമായി പ്രോത്സാഹിപ്പിക്കുന്ന സുഖോയ് 57 വിമാനങ്ങളുടെ 2-3 സ്ക്വാഡ്രോണുകൾ വാങ്ങുന്നത് ഇന്ത്യ പരിഗണിച്ചേക്കാം. പ്രതിരോധ രംഗത്തെ ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 2035 പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച സ്റ്റെൽത്ത് വിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് വ്യോമസേനയുടെ ഭാഗമാകുന്നത് വരെ 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ കുറവ് നികത്തേണ്ടതിന്റെ അത്യാവശ്യമാണ്. സുഖോയ് 57, F-35 അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വിമാനം തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് തീരുമാനം എടുത്തിട്ടില്ല എങ്കിലും 2-3 സ്ക്വാഡ്രോണുകളെ ഉൾപ്പെടുത്താൻ IAF-ന് ഒരു സാഹചര്യമുണ്ട് എന്നത് ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ചുരുക്കത്തിൽ, ഈ സുപ്രധാന നീക്കങ്ങളിലൂടെ ഇന്ത്യ തങ്ങളുടെ സൈനിക ശേഷിക്ക് പുതിയ മാനങ്ങൾ നൽകുവാനും ഭാവിയിലെ വെല്ലുവിളികളെ ഫലപ്രദമായി പ്രതിരോധിക്കുവാനും ഒപ്പം തന്ത്രപ്രധാനമായ പങ്കാളിയായ റഷ്യയുമായുള്ള സൈനിക സഹകരണം കൂടുതൽ ദൃഢമാക്കുവാനുമാണ് ലക്ഷ്യമിടുന്നത്.